വിശദമായ വാർത്തയിലേക്ക്. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിതയുടെ പൊതുദർശനം തുടങ്ങി. പത്തനംതിട്ട പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിലാണ് പൊതുദർശനം നടക്കുന്നത്. രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹം മന്ത്രി വി ശിവൻകുട്ടി ഏറ്റുവാങ്ങി. പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് മൃതദേഹം സംസ്കരിക്കും. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, രഞ്ജിതയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചതിന് ശേഷം പൊതുദർശനം ആരംഭിച്ചിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ആദ്യത്തെ ഇന്ന് രാവിലെ 7 മണിയോടുകൂടിയാണ് രഞ്ജിതയുടെ മൃതശരീരം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചത്. വിമാനത്താവളത്തിൽ മന്ത്രി വി ശിവൻകുട്ടി മൃതദേഹം ഏറ്റുവാങ്ങി. CPIM അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബി, CPIM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ മാസ്റ്റർ, BJP നേതാവ് സുരേഷ്, മന്ത്രി GR അനിൽ തുടങ്ങിയവർ ഉൾപ്പെടെ ഉള്ള വലിയൊരു നേതാക്കന്മാരുടെ നിര മൃതദേഹം ഏറ്റുവാങ്ങാൻ കാർഗോ കോംപ്ലക്സിൽ ഉണ്ടായിരുന്നു. അവിടെ നിന്നും ആംബുലൻസിലാണ് രഞ്ജിതയുടെ ജന്മനാട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോയത്. ഇപ്പോൾ മൃതദേഹം വിവേകാനന്ദ സ്കൂളിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്. ഏകദേശം ഉച്ചയ്ക്ക് 2 മണി വരെ ഇവിടെ പൊതുദർശനത്തിനുള്ള അവസരം ഉണ്ടാകും. നിരവധി പേരാണ്, വലിയ നിരയാണ് ഭൗതികദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി വിവേകാനന്ദ സ്കൂളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. രഞ്ജിത പഠിച്ച സ്കൂളും രഞ്ജിതയുടെ മകൻ ഇപ്പോൾ പഠിക്കുന്ന സ്കൂളുമാണ് ഈ വിവേകാനന്ദ സ്കൂൾ. അഹമ്മദാബാദിൽ വിമാനാപകടത്തിൽ മരിക്കുന്നതിന് 5 ദിവസം മുമ്പാണ് രഞ്ജിത നാട്ടിലേക്ക് വന്നത്. പത്തനംതിട്ടയിലെ കോഴഞ്ചേരി സർക്കാർ ആശുപത്രിയിലെ നഴ്സായിരുന്നു. 5 വർഷത്തെ അവധിയിലായിരുന്നു അവർ വിദേശത്ത് ജോലിക്കായി പോയത്. വീണ്ടും ജോലി പ്രവേശിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് 5 ദിവസത്തെ അവധിക്ക് ഇംഗ്ലണ്ടിൽ നിന്നും അവർ കോഴഞ്ചേരിയിലെ ആശുപത്രിയിലെത്തി രേഖകളെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം, അതെല്ലാം കൃത്യമായി നൽകിയതിന് ശേഷം മടങ്ങുമ്പോഴായിരുന്നു വിമാനാപകടം ഉണ്ടായത്. അന്ന് തന്നെ രഞ്ജിതയുടെ മരണവും സ്ഥിരീകരിച്ചിരുന്നു. വിവരങ്ങൾ ബന്ധുക്കളെ അറിയിക്കുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ രഞ്ജിതയുടെ സഹോദരൻ അഹമ്മദാബാദിലെത്തി രക്തസാമ്പിൾ നൽകിയെങ്കിലും DNA പരിശോധനയിൽ ഫലം കണ്ടെത്താനായില്ല, മൃതദേഹം തിരിച്ചറിയാനായില്ല. കഴിഞ്ഞ ദിവസം രഞ്ജിതയുടെ അമ്മയുടെ രക്തസാമ്പിൾ കൂടി ശേഖരിച്ച് അഹമ്മദാബാദിലേക്ക് കൊണ്ടുപോയി. ആ പരിശോധനയിലാണ് രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ എയർ ഇന്ത്യ ഇടപെട്ടുകൊണ്ട് മൃതദേഹം ജന്മനാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയായിരുന്നു. ഇപ്പോൾ വലിയ ജനാവലി, അല്ലെങ്കിൽ വളരെ അധികം ആളുകളാണ് രഞ്ജിതയുടെ ഭൗതികദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി വിവേകാനന്ദ സ്കൂളിലേക്ക് എത്തിക്കൊണ്ട് ഇരിക്കുന്നത്. ഇവിടെ ആണ് പരമാവധി ആളുകൾക്ക്, നാട്ടുകാർക്കൊക്കെ തന്നെ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനും ഭൗതികദേഹം കാണുന്നതിനും ഒക്കെയുള്ള അവസരം ഒരുക്കിയിരിക്കുന്നത്. വീട്ടിലേക്ക് പോകാനുള്ള വഴിയുടെ പ്രശ്നവും അപ്പം തന്നെ സ്ഥലക്കുറവും കാരണമാണ് അത്തരം ചടങ്ങുകളെല്ലാം തന്നെ ഈ സ്കൂളിലെ ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്. 2 മണി കഴിയുന്നതോടെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകും. മതപരമായ ചടങ്ങുകളും തുടർന്ന് 4 മണിക്ക് സംസ്കാര ചടങ്ങുകളും അവരുടെ വീട്ടുവളപ്പിൽ തന്നെ നടക്കും. രഞ്ജിത പണിത വീടിന്റെ പണികൾ അവസാന ഘട്ടത്തിലാണ്, അത് പൂർത്തിയായി വരുന്നതേ ഉള്ളൂ. ഈ ഓണത്തിന് അത് വീട്ടിൽ കയറി താമസം തുടങ്ങാനായിരുന്നു അവർ തീരുമാനിച്ചിരുന്നത്. നാട്ടിലെത്തി വീടിന്റെ അവസാനവട്ട പണികളൊക്കെ നോക്കി കണ്ടതിന് ശേഷമായിരുന്നു രഞ്ജിത മടങ്ങിപ്പോയത്. 2 കുട്ടികളുണ്ട് രഞ്ജിതയ്ക്ക്. രഞ്ജിത പഠിച്ച അതേ സ്കൂളിൽ തന്നെയാണ് കുട്ടികളും പഠിക്കുന്നത്. ഇവരുടെ ഒരു വലിയ സൗഹൃദ വലയം തന്നെ രഞ്ജിതയ്ക്ക് ഉണ്ടായിരുന്നു. കാരണം വിദ്യാർത്ഥിനിയായിരുന്ന കാലം മുതലുണ്ടായിരുന്നു, കൂട്ടുകാർ നിരവധി പേരുണ്ടായിരുന്നു. ഈ മരണവിവരം അറിഞ്ഞ് നിരവധി രാഷ്ട്രീയ നേതാക്കളാണ് അവരുടെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. ഇന്നും MLA മാരും മന്ത്രിമാരും അടങ്ങുന്ന സംഘം അവിടെ എത്തുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി PN വാസവൻ അവിടെ വിവേകാനന്ദ സ്കൂളിലെത്തി പുഷ്പചക്രം അർപ്പിക്കും, അന്ത്യാഞ്ജലി അർപ്പിക്കും. നിലവിൽ ഇപ്പോഴും രഞ്ജിതയുടെ ഭൗതികദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വരുന്നവരുടെ ഒരു വലിയ നിര നമുക്ക് കാണാൻ കഴിയുന്നു. വലിയ സംഘം ആളുകളാണ് അവരുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള നിരവധി പേരെ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബിനോയ്, ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മന്ത്രി അടക്കം എത്തിയിരുന്നു എന്ന് പറഞ്ഞു. ഇനിയും ഈ പ്രവർത്തന രംഗത്തെ മറ്റാരെങ്കിലും ഈ ഒരു പൊതുദർശനത്തിനായിട്ട് എത്തും എന്നടക്കമുള്ള എന്തെങ്കിലും കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവര് അവിടേക്ക് എത്തും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ഇന്ന് മന്ത്രി VN വാസവൻ പുഷ്പചക്രം സമർപ്പിക്കുന്നത്. ഒപ്പം ഈ പുല്ലാട് എന്ന് പറയുന്ന മേഖല തിരുവല്ലയ്ക്കും കോഴഞ്ചേരിക്കും ഇടയിലുള്ള ഒരു സ്ഥലമാണ്. അവർ പഠിച്ച സ്കൂളാണ് ഈ വിവേകാനന്ദ സ്കൂൾ. അവിടെയാണ് പൊതുദർശനത്തിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പരമാവധി ആളുകൾ, അതായത് രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെ അവിടെ എത്തിയായിരിക്കും അന്ത്യാഞ്ജലി അർപ്പിക്കുക. വീട്ടിൽ ബന്ധുക്കൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മതപരമായ ചടങ്ങുകൾ നടത്തുന്നതിന്, സംസ്കാര
ചടങ്ങുകൾ പങ്കെടുക്കാനും വേണ്ടി ബന്ധുക്കൾക്ക് മാത്രമാണ് അവിടെ അവസരമൊരുക്കുക. അത്തരത്തിൽ വലിയ ഒരു ജനാവലി, അതായത് പുല്ലാട് കണ്ടിട്ടില്ലാത്തതിൽ അത്രയും വലിയ ജനാവലി വിവിധ സ്ഥലങ്ങളിൽ നിന്നും അവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. പ്രവാസികളുടെ സംഘടനകളുണ്ട്. ഒപ്പം ഇവരുടെ കൂടെ ജോലി ചെയ്തിരുന്ന നിരവധി പേരുണ്ട്. ഇന്ന് ആ സ്കൂളിന് ജില്ലാ കളക്ടർ, വിവേകാനന്ദ സ്കൂളിന് ജില്ലാ കളക്ടർ അവധി നൽകിയിരുന്നു. കാരണം ഈ പൊതുദർശനം ഉൾപ്പെടെയുള്ള നടപടികൾ അവിടെ നടക്കുന്നതുകൊണ്ടാണ് ജില്ലാ കളക്ടർ ആ സ്കൂളിന് അവധി നൽകിയത്. ഇന്നലെ തന്നെ പൊതുദർശനത്തിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ജില്ലാ കളക്ടർ ഇടപെട്ട് നടപ്പിലാക്കിയിരുന്നു. തിരക്ക് ആയതുകൊണ്ടാണ് ഇപ്പോൾ വിവേകാനന്ദ സ്കൂളിലേക്ക് അവരുടെ ഭൗതികദേഹം മാറ്റിയിരിക്കുന്നത്. 2 മണിവരെ അവിടെ അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള അവസരം ഉണ്ടാകും. ബിനോയ്, അതുപോലെ തന്നെ ഈ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം എപ്പോഴായിരിക്കും? ഈ ഒരു 2 മണിവരെയാണ് പൊതുദർശനം എന്ന് പറഞ്ഞു. അതിനുശേഷം ഈ മൃതദേഹം വീട്ടിലേക്ക് പോയതിനു ശേഷം വീട്ടിൽ തന്നെയായിരിക്കുമോ ഈ സംസ്കാരം? അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും വീട്ടിൽ തന്നെയാണ് സംസ്കാരത്തിന് വേണ്ടിയുള്ള ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. കാരണം അവര് ഈ സമീപകാലത്താണ് വലിയ സാമ്പത്തികമായൊന്നും മുന്നോട്ട് നിന്ന ഒരു കുടുംബാംഗമല്ലായിരുന്നു. വിദേശത്ത് പോയാണ് അവര് ഇപ്പോൾ വീടൊക്കെ പണി പൂർത്തിയാക്കിയതും വീടിന്റെ പണികൾ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ വീട്ടുവളപ്പിൽ തന്നെയായിരിക്കും സംസ്കാരം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടത്തുക. അതിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ശരി. വീടെന്ന സ്വപ്നം ബാക്കി നിൽക്കെയാണ് പത്തനംതിട്ട സ്വദേശിനി രഞ്ജിതയുടെ മടക്കം. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിതയുടെ പൊതുദർശനം തുടങ്ങിയിരിക്കുന്നു. പത്തനംതിട്ട പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിലാണ് പൊതുദർശനം നടക്കുന്നത്. രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹം മന്ത്രി വി ശിവൻകുട്ടി ഏറ്റുവാങ്ങി. പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് മൃതദേഹം സംസ്കരിക്കും. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.